വെൽക്കം ടു ഈസി സിവിൽ ഫോർ യു. ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ലേസീസ് തിയറി യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഇറിഗേഷൻ ചാനൽ ഡിസൈൻ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അതിൻ്റെ സ്റ്റെപ്സാണ് നോക്കുന്നത്. പ്രധാനമായിട്ടും രണ്ട് ഇക്വേഷൻസാണ് നമ്മൾ യൂസ് ചെയ്യുക, ലേസീസ് തിയറിയും കെന്നഡീസ് തിയറിയും. ഇവിടെ ലേസീസ് തിയറിയാണ് പറയുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ലേസീസ് തിയറി കുറേ ഇക്വേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കെന്നഡീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇക്വേഷൻസ് കുറവാണ്, ദെൻ മാത്തമാറ്റിക്കൽ എക്സസൈസ് കൂടുതലാണ്. ഓക്കെ, ഇവിടെ കുറച്ച് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. Q F² ഡിവൈഡഡ് ബൈ 140 റേസ് ടു 1/6. ഓക്കെ, വേർ Q എന്ന് പറഞ്ഞാൽ എത്രയാണ്? Q എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ആണ്. എങ്ങനെയാണ് നമുക്ക് ഡിസ്ചാർജ് കിട്ടുക? ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ കുറേ മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് എവിടെയാണോ വെള്ളം എത്തിക്കേണ്ടത് അവിടെ ആവശ്യമുള്ള എമൗണ്ട് ഓഫ് വാട്ടർ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. ദെൻ അവിടെ ആവശ്യമുള്ള എമൗണ്ട് ഓഫ് വാട്ടർ പ്ലസ് നമ്മുടെ കൺവെയൻസ് ലോസ് അതും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഡിസ്ചാർജ് കിട്ടുന്നത്. F എന്ന് പറയുന്നത് സിൽട്ട് ഫാക്ടറാണ്. നമ്മുടെ ചാനലിൽ ഉള്ള സിൽട്ടിൻ്റെ ബേസിസിലുള്ള ടൈമാണ്. അത് കണ്ടുപിടിക്കുന്നത് പാർട്ടിക്കിൾ സൈസിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. പാർട്ടിക്കിൾ സൈസ് ഇൻ mm, അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക, ഇൻറ്റു 1.76 ചെയ്യുമ്പോൾ നമുക്ക് സിൽട്ട് ഫാക്ടർ കിട്ടും. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൈഡ്രോളിക് റേഡിയസ് കണ്ടുപിടിക്കുക. അത് 5/2 v²/f, r = 5/2 v²/f എല്ലാം നമുക്കറിയാം. ദെൻ യൂണിറ്റൊക്കെ എഴുതാൻ മറക്കരുത്. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ = q/v. ഓക്കെ, ദെൻ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെരിമീറ്റർ. അതിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് 4.75√q. ഓക്കെ, ദെൻ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഈ ചാനൽ ഏത് ഷേപ്പാണ് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യണം. നമുക്ക് റെക്ടാങ്കുലർ കൊടുക്കാം, ട്രപ്പീസോഡൽ കൊടുക്കാം. നോർമലി നമ്മൾ ഏതാണ് കൊടുക്കുക? ട്രപ്പീസോഡൽ സെക്ഷൻ ആയിരിക്കും കൊടുക്കുക അല്ലേ. അതിന് ബോട്ടം എടുത്ത് B എന്ന് മാർക്ക് ചെയ്തു. ദെൻ സൈഡ് സ്ലോപ്പ് 1 വെർട്ടിക്കൽ n ഹൊറിസോണ്ടൽ എന്ന് മാർക്ക് ചെയ്തു. ദെൻ നമുക്കൊരു സർട്ടൻ ഡെപ്തും ഉണ്ടാകും. ഈ ട്രപ്പീസോഡൽ ചാനൽ സെക്ഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് by + ny². ദെൻ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് b + 2y√1 + n². ഓക്കെ, ഇവിടെ ഏരിയ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. b നമുക്കറിയില്ല, y അറിയില്ല, n നമുക്കറിയാം. ദെൻ ഇവിടെ പെരിമീറ്റർ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. b അറിയില്ല, y അറിയില്ല. രണ്ട് ഇക്വേഷൻ ഉണ്ട്, രണ്ട് അൺനോണും ഉണ്ട്. നമുക്ക് ഈസി ആയിട്ടത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുന്നതോടുകൂടി നമുക്ക് b കിട്ടി, y കിട്ടി, സൈഡ് സ്ലോപ്പ് നമുക്കറിയാം, ടോപ്പ് എടുത്ത് കണ്ടുപിടിക്കാം. അങ്ങനെ എല്ലാ പാരാമീറ്റേഴ്സും കണ്ടുപിടിക്കാം. ഇനി ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്ത് സ്ലോപ്പാണ്? ബെഡ് സ്ലോപ്പ്. ഈ ബെഡ് സ്ലോപ്പ് കെന്നഡീസിൽ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ അതിനൊരു പർട്ടിക്കുലർ ഇക്വേഷൻ ഉണ്ട്. S = f⁵ 3340 q⁴ 1/6. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ബെഡ് സ്ലോപ്പും കണ്ടുപിടിക്കാം. ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. കുറച്ച് ഇക്വേഷൻസ് നമ്മൾ അറിയണം. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.